പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയുന്ന ആളുകളായിരിക്കും, നിങ്ങളതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണേണ്ട അറിയാത്ത ആളുകൾക്ക് വേണ്ടി എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു, നമ്മുടെ 45-50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ജിമ്മിൽ പോയി വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വന്നു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സമയമായി, എന്താ ചെയ്യുക, അതാണ് വിധി എന്നൊക്കെ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരു കാര്യമാണ്. വളരെ പ്രധാനമാണ്. വ്യായാമം വളരെ പ്രധാനമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ ജിമ്മിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആൾ ജിമ്മിൽ പോകുമ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് അവസാനിപ്പിച്ച് വീട്ടിൽ പോയതാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ഒരു വ്യായാമം ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ബോഡി സ്ട്രെങ്ത് അനുസരിച്ചുള്ള ഒരു വ്യായാമമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചില ആളുകൾക്ക് നമുക്ക് രാവിലെ ഒരു നടത്തം, അതൊരു ആക്ടിവിറ്റിയാണ്. ചില ആളുകൾ പറയാറുണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട്, സാറേ ഞാൻ നടക്കാറുണ്ട്, 2-3 വർഷമായി നടക്കുന്നു, തടി കുറയുന്നില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വ്യായാമം ചെയ്യുന്നത് നിങ്ങൾ ആദ്യമേ ആരൊക്കെ ഏത് പ്രായത്തിൽ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നാണ്. നടത്തം ഒരു വ്യായാമമല്ല, ഒരു ആക്ടിവിറ്റിയാണത്. ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് പറയുക, നമ്മൾക്കുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് പറയും, നല്ല ഡോക്ടേഴ്സ്, നല്ല ഹോസ്പിറ്റലുകൾ, നല്ല മെഡിസിൻ, ഇതൊക്കെ ആരോഗ്യം തരുന്നതാണ്. പല ആളുകളും വിദേശത്തായാലും പല കൺട്രികളിലും പോയിട്ട് ഒരുപാട് ട്രെയിൻ എടുത്ത് ശ്രമമില്ലാതെ ജോലി ചെയ്ത് ഒരുപാട് പൈസ സമ്പാദിച്ചുകൊണ്ട് വരും. വന്നു കഴിഞ്ഞ് പല അസുഖങ്ങൾ കൊണ്ടാണ് അവർ നാട്ടിൽ വരിക. വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ തേടി നടക്കലായി, പിന്നെ അവർക്ക് റെസ്റ്റില്ല. അപ്പം നമ്മുടെ ആ ധാരണ എന്താണ്, നല്ല ഹോസ്പിറ്റലുണ്ട് നാട്ടിൽ, നല്ല മെഡിസിൻ ഉണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, അതൊക്കെ നമുക്ക് ആരോഗ്യം കിട്ടുന്നതാണ്. ലോകത്തിൽ ഇന്ന് വരെ ഒരു ചികിത്സാ സംവിധാനത്തിന് രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള കഴിവുള്ള ഒരു ചികിത്സാ സംവിധാനമൊന്നും ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. അസുഖത്തെ ഒരു കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു മാർഗം മാത്രമായിട്ട് നമ്മൾ മെഡിസിനെ കാണേണ്ടതുള്ളൂ. നമ്മുടെ ശരീരത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അനാരോഗ്യകരമായ ഭക്ഷണം. അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസൊക്കെ കംപ്ലൈൻറ്റ് വരും. നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറി വരും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സുപ്രധാനമായ അവയവങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. നമ്മളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓരോ ദിവസവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.